ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. ഇന്ന് നമ്മൾ നോക്കുന്നത് യൂസ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഹുക്കിനെ പറ്റിയാണ്. നമ്മുടെ ആപ്പിൽ ഒരു കമ്പോണൻറ്റ് മൗണ്ട് ആവുകയോ അൺമൗണ്ട് ആവുകയോ ചെയ്യുമ്പോൾ ഉള്ള സൈഡ് എഫക്ട്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് എഫക്റ്റ് എന്ന് പറയുന്ന ഹുക്ക് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ആപ്പ് ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ കസ്റ്റം വിൻഡോയിൽ ഒരു ബട്ടൺ ഉണ്ട്, റീലോഡ് എന്ന് പറഞ്ഞ്. അതിൻ്റെ ഓൺ പ്രസ് നമുക്ക് കൺവെൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് യൂസ് എഫക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എല്ലാ ഫങ്ഷനും യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം യൂസ് എഫക്റ്റിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് യൂസ് എഫക്റ്റ്, അതായത് യൂസ് എഫക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത് റിയാക്റ്റ് എന്നാണ്. അതിനുശേഷം നമുക്ക് യൂസ് എഫക്റ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ ആഡ് ചെയ്യാം. യൂസ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്. അതിനുള്ളിലേക്ക് ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ പാസ് ചെയ്യുന്നത് ഒരു അനോണിമസ് ഫങ്ഷനാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഡിപ്പെൻഡൻസി അറേയും കൂടെ പാസ് ചെയ്യും. അതായത് യൂസ് എഫക്റ്റ് എന്ന് പറയുന്ന ഫങ്ഷനുള്ളിലേക്ക് നമ്മൾ രണ്ട് പാരാമീറ്ററാണ് പാസ് ചെയ്യുന്നത്. ഒരു അനോണിമസ് ഫങ്ഷൻ, അതേപോലെ തന്നെ ഡിപ്പെൻഡൻസി അറേ. ഈ അനോണിമസ് ഫങ്ഷനകത്ത് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും നമ്മുടെ കമ്പോണൻറ്റ് റെൻഡർ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് console.log കസ്റ്റം വിൻഡോ ലോഡഡ് എന്ന് കൊടുക്കാം. ശേഷം നമുക്കൊന്ന് ഹൈഡ് ചെയ്തിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഷോ ചെയ്യുകയാണ്. ഷോ ചെയ്തപ്പോൾ കസ്റ്റം വിൻഡോ ലോഡഡ് വന്നു. ഹൈഡ് ചെയ്തപ്പോൾ ഒന്നും വന്നിട്ടില്ല. ഷോ ചെയ്യുമ്പം പിന്നെ അത് കോളായിട്ടുണ്ട്. ഇനി നമുക്കതിന് ഈ ഒരു കമ്പോണൻറ്റ് നമ്മുടെ ഈ സ്ക്രീനിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആക്ഷൻസ് വേണമെങ്കിൽ അതിന് നമ്മൾ റിട്ടേൺ എന്ന് പറയുന്നൊരു കീവേഡ് കൊടുത്തിട്ട് ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യണം, ഒരു അനോണിമസ് ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യണം. അതിനുള്ളിൽ നമ്മൾ കൊടുക്കാം console.log കസ്റ്റം വിൻഡോ അൺലോഡഡ് എന്ന് കൊടുക്കാം. കസ്റ്റം വിൻഡോ അൺലോഡഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പോണൻറ്റ് ലോഡ് ചെയ്തു. കമ്പോണൻറ്റ് ലോഡ് ചെയ്തപ്പോഴത്തേനും ഈ ഒരു കസ്റ്റം വിൻഡോ ലോഡഡ് എന്ന് പറയുന്ന കൺസോള് നമുക്ക് ആ ഒരു സ്ട്രിങ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈഡ് ചെയ്യുന്നു. ഹൈഡ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ ഈ റിട്ടേണിലുള്ള കസ്റ്റം വിൻഡോ അൺലോഡഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടായി. എക്സിക്യൂട്ടഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കമ്പോണൻറ്റിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു യൂസ് എഫക്റ്റിനെ ഒന്നുകൂടെ ട്രിഗർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് നമുക്കൊരു സ്റ്റേറ്റ് വേണം. അപ്പോൾ നമ്മൾ കോൺസ്റ്റ് റീലോഡ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യുന്നു. സെറ്റ് റീലോഡ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ആ സ്റ്റേറ്റിനെ, റീലോഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നു. യൂസ് സ്റ്റേറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൽ നമ്മളൊരു ബൂളിയൻ വാല്യൂ ആണ് കൊടുക്കുന്നത്, ഫോൾസ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ ടച്ചബിൾ ഒപ്പാസിറ്റിയിൽ നമ്മുടെ ഓൺ പ്രസ്സിൽ സെറ്റ് റീലോഡ്, അതിനുള്ളിലേക്ക് നമ്മൾ നോട്ട് റീലോഡ് പാസ് ചെയ്യുന്നു. അതായത് ബൂളിയൻ വാല്യൂ ആണ്. അപ്പം ഫസ്റ്റ് വാല്യൂ ഫോൾസ് ആണ്. അപ്പം നമ്മൾ ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ ആ വാല്യൂ ട്രൂ ആകും. അതിൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ അത് നേരെ ഫോൾസ് ആകും.
അതിനുശേഷം നമ്മൾ ഈ റീലോഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ നമ്മൾ ഈ ഡിപ്പെൻഡൻസി അറേയിലേക്ക് പാസ് ചെയ്യണം. ഈ ഒരു ഡിപ്പെൻഡൻസി അറേയിൽ പാസ് ചെയ്യണം. അതിനുശേഷം നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. റീലോഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കമ്പോണൻറ്റിനെ ഷോ ചെയ്യുന്നു, കസ്റ്റം വിൻഡോ ലോഡഡ്. അതുപോലെ ഹൈഡ് ചെയ്യുമ്പോൾ കസ്റ്റം വിൻഡോ അൺലോഡഡ്. അഗെയിൻ നമ്മൾ ഷോ ചെയ്തിട്ട് നമ്മൾ റീലോഡ് ബട്ടൺ കൊടുത്തു. റീലോഡ് ബട്ടൺ കൊടുക്കുമ്പോൾ നമ്മുടെ യൂസ് എഫക്റ്റിനകത്തുള്ള കോഡുകൾ എക്സിക്യൂട്ട് ആവും. അതായത് റിട്ടേണും എക്സിക്യൂട്ട് ആവും, യൂസ് എഫക്റ്റിനകത്തുള്ള കോഡുകൾ എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ റീലോഡ് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഈ ലോഡഡും വന്നിട്ടുണ്ട്, അൺലോഡഡും വന്നിട്ടുണ്ട്. റീലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കോഡുകൾ എക്സിക്യൂട്ട് ആകുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ നമ്മുടെ ഈ കമ്പോണൻറ്റിൽ ഈ ഒരു യൂസ് എഫക്റ്റ് കൂടെ എഴുതാൻ പോവാണ്. ആ യൂസ് എഫക്റ്റിൽ നമ്മൾ റീലോഡഡ് എന്ന് കൊടുക്കാം. റീലോഡഡ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ്ങാണ് പ്രിൻ്റ് ചെയ്ത് നമുക്ക് കൊടുത്തേക്കുന്നത്. അതിന് ശേഷം നമ്മൾ അപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്തിട്ട് നമ്മൾ ഷോ കൊടുക്കുന്നു. ഷോ കൊടുക്കുമ്പോൾ നമ്മുടെ കമ്പോണൻറ്റ് വന്നു. കമ്പോണൻറ്റ് വന്നപ്പോൾ യൂസ് എഫക്റ്റിൽ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഫസ്റ്റ് വർക്കാവും. അതായത് കസ്റ്റം വിൻഡോ ലോഡഡ്, പിന്നെ അടുത്ത യൂസ് എഫക്റ്റിലെ റീലോഡഡും വർക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റീലോഡഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ആ റീലോഡഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കസ്റ്റം വിൻഡോയിലെ റീലോഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ചേഞ്ച് ആകും. അപ്പോൾ റീലോഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ചേഞ്ച് ആകുമ്പോൾ നമ്മൾ ഈ ഡിപ്പെൻഡൻസി അറേയിൽ ഈ റീലോഡിനെ പാസ് ചെയ്തിട്ടുണ്ട് യൂസ് എഫക്റ്റിൽ. അപ്പോൾ ആ യൂസ് എഫക്റ്റ് ഒന്നുകൂടെ അതിലുള്ള ഫങ്ഷൻസ് മൊത്തം കോൾ ചെയ്യും. അതായത് റിട്ടേൺ ഉൾപ്പെടെ കോൾ ചെയ്യും. അപ്പോൾ എന്തുവാ, ഈ കസ്റ്റം വിൻഡോ അപ്ലോഡഡ് വിളിച്ചു, അതിന് ശേഷം കസ്റ്റം വിൻഡോ ലോഡഡ് വിളിച്ചു, അതിന് ശേഷം റീലോഡഡ് വിളിച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കമ്പോണൻറ്റ് റീഫ്രഷ് ആകുമ്പം ഓൾറെഡി നമ്മൾ റിട്ടേണിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ അൺലോഡഡ് വിളിക്കണമെന്ന്. അതായത് ഈ കമ്പോണൻറ്റ് പോകുമ്പോൾ, അപ്പോൾ റീഫ്രഷ് ആകുക എന്ന് ഉദ്ദേശിച്ചാൽ ഈ കമ്പോണൻറ്റ് പോയിട്ട് ഒന്നുകൂടെ വരികയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ കസ്റ്റം വിൻഡോ അൺലോഡഡ് വിളിക്കും, അതായത് റിട്ടേണിലുള്ളത് വിളിക്കും. അതിനുശേഷം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്കാവും, വിൻഡോ ലോഡഡ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വർക്കാവും. അതിനുശേഷം ഈ രണ്ടാമത്തെ യൂസ് എഫക്റ്റിൽ റീലോഡഡും വർക്കാവും. അത് വർക്കാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റീലോഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ഈ ഡിപ്പെൻഡൻസി അറേയിലേക്ക് പാസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് മാത്രം ഫസ്റ്റ് ടൈം വരുമ്പോൾ മാത്രം കോൾ ആയാൽ മതി. നമുക്ക് റീലോഡ് ചേഞ്ച് ആകുമ്പോൾ കോൾ ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റീലോഡിന് പകരം ഒരു എം ടി അറേ ആയിട്ടങ്ങ് പാസ് ചെയ്താൽ മതി. എം ടി അറേ ആയിട്ട് പാസ് ചെയ്തിട്ട് നമ്മളിപ്പം ഷോ ചെയ്യുമ്പോൾ എന്തുവാ, കസ്റ്റം വിൻഡോ ലോഡ്, അതായത് ഫസ്റ്റ് ടൈം വരുമ്പോൾ അത് ലോഡായി. അതുപോലെ തന്നെ ഈ റീലോഡഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും വർക്കായി. നെക്സ്റ്റ് നമ്മൾ റീലോഡ് ക്ലിക്കുകയാണ്. റീലോഡ് ക്ലിക്ക് ചെയ്തു. റീലോഡ് ക്ലിക്ക് ചെയ്യുമ്പം എന്തുവാ, ഈ ഒരു യൂസ് എഫക്റ്റ് മാത്രമേ വർക്കാവുന്നുള്ളൂ, ഈ റീലോഡഡ് എന്നുള്ളത്. അടുത്ത ടൈം ക്ലിക്ക് ചെയ്യുക. എത്ര തവണ ക്ലിക്ക് ചെയ്താലും നമ്മുടെ ഈ രണ്ടാമത്തെ യൂസ് എഫക്റ്റിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വർക്കാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡിപ്പെൻഡൻസി അറേയിൽ നമുക്ക് ഒന്നിലധികം സ്റ്റേറ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ വേറൊരു സ്റ്റേറ്റ് കൊടുക്കുകയാണ്, കോൺസ്റ്റ് ചേഞ്ച് സെറ്റ് ചേഞ്ച്. അത് നമുക്കൊരു ഫോൾസ് വാല്യൂ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ബട്ടൺ കൊടുത്തിട്ട്
നമുക്ക് ഈ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ സെറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഈ ചേഞ്ചിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തു. അതായത് റീലോഡ് പോലെ തന്നെ മറ്റൊരു ബട്ടൺ കൂടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ റീലോഡ് കഴിഞ്ഞിട്ട് കോമ ഇടുക, അടുത്ത സ്റ്റേറ്റ് കൊടുക്കുക. ചേഞ്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ് കൊടുത്തു. അപ്പോൾ എന്തുവാ, നമ്മുടെ റീലോഡ് ക്ലിക്ക് ചെയ്താലും അത് വർക്കാകും, അതേപോലെ തന്നെ ചേഞ്ച് ക്ലിക്ക് ചെയ്താലും അത് വർക്കാകും. അപ്പോൾ നമുക്ക് ഏത് സ്റ്റേറ്റ്, അതായത് നമ്മുടെ ആ ഒരു ആപ്പിൽ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ നടക്കണമെങ്കിൽ നമ്മൾ ഈ യൂസ് എഫക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഹുക്കിനകത്തായിരിക്കും ഇടുന്നത്. അതേപോലെ മറ്റൊരു ഹുക്കാണ് നമുക്ക് യൂസ് ലേഔട്ട് എഫക്റ്റ്. യൂസ് ലേഔട്ട് എഫക്റ്റും യൂസ് എഫക്റ്റ് പോലെ തന്നെയാണ്. ഇതാണ് യൂസ് ലേഔട്ട് എഫക്റ്റിൻ്റെ സിൻടാക്സ്. അതായത് ഈ പേര് മാത്രമേ മാറുന്നുള്ളൂ, യൂസ് എഫക്റ്റിൻ്റെ സിൻടാക്സ് തന്നെയാണ്. നമുക്ക് ആദ്യമേ ഫസ്റ്റ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വേണം, അതേപോലെ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കാണും, പിന്നെ ഒരു ഡിപ്പെൻഡൻസി അറേ കാണും. നമുക്ക് ഈ റിട്ടേൺ ഇപ്പോൾ തൽക്കാലം മാറ്റാം. അതിനുശേഷം നമുക്കിവിടെ ഒരു കൺസോൾ ഇട്ട് നോക്കാം. console.log യൂസ് ലേഔട്ട് കോൾഡ് എന്ന് കൊടുക്കാം. യൂസ് ലേഔട്ട് കോൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റിഫ്രഷ് ചെയ്യും. റിഫ്രഷ് ചെയ്തിട്ട് നമ്മൾ ഷോ ബട്ടൺ കൊടുക്കുന്നു. ഫസ്റ്റ് ടൈം വന്നത് യൂസ് ലേഔട്ട് കോൾഡ് ആണ്. അതിനുശേഷമാണ് കസ്റ്റം വിൻഡോ ലോഡഡ് വന്നത്. അതാണ് അതിൻ്റെ ഡിഫറൻസ്. എന്ന് വെച്ചാൽ യൂസ് എഫക്റ്റ് ഹുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ കമ്പോണൻറ്റ് റെൻഡർ ആയതിന് ശേഷമേ കോൾ ആകത്തുള്ളൂ. അതായത് ഈ ഒരു കമ്പോണൻറ്റ് നമ്മുടെ സ്ക്രീനിൽ വന്നതിന് ശേഷം മാത്രമേ കോൾ ആകത്തുള്ളൂ. പക്ഷേ ഈ യൂസ് ലേഔട്ട് എഫക്റ്റ് എന്ന് പറയുന്ന ഹുക്ക് നമ്മുടെ ഈ ഒരു ആക്ഷൻ്റെ ടൈമിൽ, അതായത് ഈ ഒരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ കോളാകും. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു യൂസ് ലേഔട്ട് കോൾഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം വർക്കായത്. അതായത് നമ്മുടെ പേജ് റെൻഡറായി കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ യൂസ് ലേഔട്ട് എഫക്റ്റ് എന്ന് പറയുന്ന ഹുക്ക് വർക്കാകും. പക്ഷേ യൂസ് എഫക്റ്റ് എന്ന് പറയുന്ന ഹുക്ക് നമ്മുടെ ഈ ഒരു സ്ക്രീൻ റെൻഡർ ആയതിന് ശേഷം മാത്രമേ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യത്തുള്ളൂ. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.